പാലക്കാട് ബാക്കി നാളെയാണ്. പാലക്കാട് കഴിഞ്ഞ തവണ തന്നെ വളരെ ശക്തമായ മത്സരം നടന്ന മണ്ഡലമാണ്. ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാൻ എ വിജയരാഘവൻ എന്ന സീനിയർ നേതാവിനെ PB മെമ്പറെ CPM രംഗത്തിറക്കിയിരിക്കുന്നു. VK ശ്രീകണ്ഠൻ കഴിഞ്ഞ തവണ പിടിച്ച കോട്ട കാക്കാൻ ഇറങ്ങുമ്പോൾ അവിടെ C കൃഷ്ണകുമാർ BJPക്ക് വേണ്ടി, BJPക്ക് നല്ല വോട്ട് വിഹിതമുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ തവണ 2,18,556 വോട്ട് നേടിയ ആളാണ് C കൃഷ്ണകുമാർ, അതായത് 21.44%. പാലക്കാടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് കഴിഞ്ഞ UDF തരംഗത്തിനിടയിലും LDF പിടിച്ചു നിന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. UDFന് 39.17, LDFന് 38.03, NDAക്ക് 21.44 കഴിഞ്ഞ തവണത്തെ വോട്ട് ഷെയർ. അതായത് LDFന് എപ്പോൾ വേണമെങ്കിലും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. ഇത്തവണ എ വിജയരാഘവനെ ഇറക്കും. എനിക്ക് തോന്നുന്നു സംസ്ഥാനത്ത് LDF ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞ തവണത്തതിൽ നിന്ന് ഒരു മുൻതൂക്കം നേടുകയാണെങ്കിൽ അങ്ങനെ കിട്ടാൻ പോകുന്ന അധികമായി സീറ്റ് നേടിയാൽ അതിൽ കിട്ടുന്ന ഒരു സീറ്റ് പാലക്കാടായിരിക്കും. അധികമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പാലക്കാട് CPMന് ജയിക്കാൻ സാധ്യതയുള്ള ഒരു സീറ്റാണ്. അവർക്ക് അത്രയും ഉറച്ച വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ പ്രാവശ്യം 11,637 വോട്ടിന് മാത്രമാണ് അവിടെ VK ശ്രീകണ്ഠൻ വിജയിച്ചത്. അവിടെ ചില മണ്ഡലങ്ങളിലുള്ള ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം UDFന് അനുകൂലമായിട്ട്, മണ്ണാർക്കാട് പട്ടാമ്പി മണ്ഡലങ്ങളിൽ വലിയ വോട്ട് വിഹിതം UDFന് അനുകൂലമായി ഉണ്ടായതുകൊണ്ട് മാത്രം ആണ് ഇത്തരത്തിലൊരു വിജയം അവിടെ UDFന് ഉണ്ടായത്. പക്ഷേ അതേപോലെ ഇപ്പുറത്ത് എ വിജയരാഘവൻ മത്സരിക്കുമ്പോൾ തിരിച്ച് ആ വോട്ടുകളൊക്കെ CPMന് കിട്ടുമോ എന്നുള്ളത് അടക്കം, പ്രത്യേകിച്ചും എ വിജയരാഘവനും ഇതിനു മുമ്പ് നടത്തിയ ചില പ്രസ്താവനകളും ചില വിവാദ പരാമർശങ്ങളും ഒക്കെ അടക്കം നിലനിൽക്കെ അത് തിരിച്ചു കിട്ടുമോ എന്നുള്ള ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ CPM നേതാക്കൾ, പ്രത്യേകിച്ചും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ പറയുന്നത് ഞങ്ങൾക്ക് പാലക്കാടിനേക്കാൾ വിശ്വാസം ഇവിടെ ആലത്തൂരാണ് എന്ന് പറയുമ്പോൾ പാലക്കാടിന്റെ കാര്യത്തിൽ അല്പം വിശ്വാസക്കുറവുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും. ഒരുപക്ഷെ ഈ മണ്ണാർക്കാടെയും പട്ടാമ്പിയിലെയും ഇയാൾ ഒരു ഇസ്ലാമോഫോബിക് ആണ് എന്ന വാദം ഇഫക്ട് ചെയ്ത കഴിഞ്ഞ തവണത്തെ കാര്യം അതേപടി ആവർത്തിക്കുമെന്നാണോ? വിജയരാഘവൻ 89കളിൽ 89ലാണ് തോന്നുന്നു ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ വിജയരാഘവൻ പാലക്കാട്ട് വന്നത്. അന്നത്തേക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്നത്തെ വായിച്ച ചില ലേഖനങ്ങളിൽ, അന്നത്തെ വാരികകളിലൊക്കെ വന്നത് ചുരമിറങ്ങി വന്ന കാറ്റ് ഒരു നിമിഷം നിശബ്ദമായി നിന്നു, ഇതാ ഈ ചെറുപ്പക്കാരനെ കേൾക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ആ പ്രീതി ഇപ്പോൾ എ വിജയരാഘവൻ എന്ന മുതിർന്ന CPM നേതാവിന് പാലക്കാട് ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. VK ശ്രീകണ്ഠൻ മണ്ഡലം നോക്കിയ നേതാവാണ്. അതിനപ്പുറത്ത് ജനങ്ങളുമായുള്ള ഒരു നാഭീനാള ബന്ധം നിരന്തരം പുലർത്തിപ്പോരുന്ന ഒരു നേതാവ് കൂടിയാണ് VK ശ്രീകണ്ഠൻ. BJPക്ക് അവരുടേതായിട്ടുള്ള സ്ഥിരം പോക്കറ്റുകൾക്ക് പുറത്തേക്ക് കടന്നു ചെല്ലാൻ പാലക്കാട് ഈ തെരഞ്ഞെടുപ്പിലും കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. സ്വാഭാവികമായും എഡ്ജ് ശ്രീകണ്ഠനാണ് നിയമിച്ചത്. അഡ്വാൻറ്റേജ് ശ്രീകണ്ഠനാണ് സൂചിപ്പിക്കുന്നത്. ഡോക്ടർ G ഗോപകുമാർ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ശക്തമായ രാഷ്ട്രീയ അടിത്തറയുള്ള ബേസ് വോട്ടുള്ള മണ്ഡലമാണ്. അവിടെ BJPക്ക് 20% മുകളിൽ വോട്ട് ഓൾറെഡി ഉള്ള മണ്ഡലമാണ്. കോൺഗ്രസിന് ആ മണ്ഡലം ഇത്തവണ നിലനിർത്താൻ കഴിയുമോ? ഒരു മണ്ഡലമാണ്, ഒരു ജില്ലയായിരുന്നു പാലക്കാട്. വിജയരാഘവനോട് നന്നായി ജയിച്ചിട്ടുമുണ്ട്. പക്ഷേ രാഷ്ട്രീയ കാലാവസ്ഥ മാറി, കാലഘട്ടങ്ങൾ മാറി. മാത്രമല്ല ഇപ്പോഴത്തെ ഭരണവിരുദ്ധ വികാരം ഇടതുപക്ഷത്തിന് കാര്യമായി ദോഷം ചെയ്യും. ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ശ്രീകണ്ഠൻ ആ മണ്ഡലം ഒരുവിധം നന്നായിട്ട് നോക്കി. പിന്നെ ത്രികോണ മത്സരത്തിൻ്റെ ഒരു പ്രതീതി അവിടെ ഉണ്ട്. കാരണം കൃഷ്ണകുമാർ നല്ലൊരു കാൻഡിഡേറ്റാണ്. അവർക്ക് 2 അസംബ്ലി മണ്ഡലത്തിലെങ്കിലും കാര്യമായ സ്വാധീനമുണ്ട്. അപ്പോൾ ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഇടതുപക്ഷത്തിന് അവിടെ വിജയിക്കാനുള്ളൊരു റേഞ്ച് ഇല്ല. ശ്രീകണ്ഠൻ്റെ പ്രവർത്തനത്തിനുള്ളൊരു മുൻതൂക്കം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിന് അനുകൂലമാണ്. UDF അവിടെ തീർച്ചയായും വിജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് റാഷിദിനോട് കൂടി ചോദിക്കാം. CP റാഷിദ്, കഴിഞ്ഞ തവണ മുസ്ലിം വോട്ട് കൺസോൾട്ടേഷനാണ് ശരിക്കും രാജേഷിനെ അപ്രതീക്ഷിതമായ ഒരു പരാജയത്തിലേക്ക് നയിച്ചതെങ്കിൽ അത് ഇത്തവണ അതേപടി ഉണ്ടാവാനുള്ള സാധ്യത കുറവല്ലേ? അതിൽ സാധ്യത ചില മുസ്ലിം പോക്കറ്റുകൾ വരുന്ന അസംബ്ലി മണ്ഡലങ്ങൾ ഈ പ്രാവശ്യം വോട്ട് ശതമാനത്തിൽ കുറവ് കാണിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത് ഇതിൽ ഈ സഖാവ് വിജയരാഘവനെ സംബന്ധിച്ചിടത്തോളം നവകാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയം പറയുന്നതിൽ പിന്നോട്ട് പോയ ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പലപ്പോഴും ആ ഒരു തെരഞ്ഞെടുപ്പ്, സമീപകാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം പരാജയം രുചിച്ചിട്ടുണ്ട്. ശ്രീകണ്ഠനെ സംബന്ധിച്ചിടത്തോളം DCC പ്രസിഡന്റായി അതിനുശേഷം MP ആയി. പക്ഷേ അപ്പോഴും ശ്രീകണ്ഠന് മുന്നിൽ നിൽക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് 39% വോട്ട് മാത്രമേ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വിജയം ഇപ്പം സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരവും ഈ സ്ഥാനാർത്ഥി ലെവലിലുള്ള ഈ വിഷയങ്ങളൊക്കെ ഉയർന്നു വന്ന് അവസാനം ശ്രീകണ്ഠൻ തന്നെ കയറിക്കൂടാനുള്ള ഒരു സാധ്യതയാണ് അഭിലാഷ് ഞാൻ കാണുന്നത്. ശരി, അപ്പോൾ ഭൂരിപക്ഷ അഭിപ്രായം
അഡ്വാൻറ്റേജ് ശ്രീകണ്ഠൻ എന്നാണ്. ഞാനിപ്പോഴും പറയുന്നത് LDF കേരളത്തിൽ വിജയ സാധ്യതയുള്ള LDF 4 സീറ്റ് ജയിച്ചാൽ അതിലൊരു സീറ്റ് പാലക്കാടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കിട്ടിക്കഴിഞ്ഞാൽ പാലക്കാട് സാധ്യതയുണ്ട്. അല്ല, ഇടതുപക്ഷത്തിന് കൃത്യമായ അടിത്തറയുള്ള മണ്ഡലമാണ്. പക്ഷേ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് എത്രത്തോളം കടന്നു പോകാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷെ തരംഗമാണെങ്കിൽ കഴിഞ്ഞ തവണ ഒരു തരംഗം നമ്മൾ കണ്ടതാണ്. ഭരണവിരുദ്ധ വികാരം കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതലുണ്ട്. പ്ലസ് ദേശീയ തലത്തിലുള്ള ഒരു തരംഗത്തിന്റെ സാധ്യത, അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിലുള്ള ഒരു തരംഗം ഉണ്ടായാൽ പിന്നെ ഈ പാലക്കാടൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. വലിയ തോതിലുള്ള വ്യത്യാസത്തിന് VK ശ്രീകണ്ഠൻ ജയിക്കും. പക്ഷേ കോൺസ്റ്റിറ്റ്യുവൻസി കേന്ദ്രീകരിച്ചുള്ള ഈ പറഞ്ഞ രാഷ്ട്രീയ സംഘടനകൾ തമ്മിലുള്ള ആ തരത്തിലുള്ള മത്സരമാണ്, സംഘടനാ മിഷനറി തമ്മിലാണ് ഏറ്റുമുട്ടുന്നതെങ്കിൽ അവിടെ CPM സംബന്ധിച്ച് വേണമെങ്കിൽ നമുക്ക് ഒരു എഡ്ജ് കൊടുക്കുകയും ചെയ്യാം. എന്തായാലും ആലത്തൂരും പാലക്കാടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫൈറ്റ് നടക്കുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് ആലത്തൂരിനെയും പാലക്കാടിനെയും നിങ്ങൾ 4-ാം തീയതി പ്രത്യേകം ശ്രദ്ധിക്കണം. അവസാനത്തെ വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ മാത്രമേ അവിടെ ആര് ജയിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. ശക്തമായ മത്സരമാണ്. അതുകൊണ്ട് ഇതെല്ലാം ജൂൺ 4-ാം തീയതി രാവിലെ മുതൽ മാതൃഭൂമി ന്യൂസിന്റെ സ്ക്രീനിലുണ്ടാവും. എണ്ണുമ്പോൾ എല്ലാ വോട്ടും ഞങ്ങൾ എണ്ണും. അതുകൊണ്ട് എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കണം. ബാക്കി മണ്ഡലങ്ങളുമായി